ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നാടിനിയും മുക്തരായിട്ടില്ല. അപ്പോഴും കേസ് എവിടെ എത്തിയെന്ന ചോദ്യമാണ് ബാക്കി. കേസിന്റെ മന്ദഗതിയിൽ നാട്ടുകാരും അപകടത്തിൽപ്പെട്ടവരും അതൃപ്തരാണ്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയുള്ള ബോട്ടിംഗ്. മത്സ്യബന്ധനത്തിനായി രൂപകൽപ്പന ചെയ്ത ബോട്ടാണ് അശാസ്ത്രീയമായി വിനോദസഞ്ചാര ബോട്ടാക്കിയത്. സ്രാങ്ക് ദിനേശന് ലൈസൻസും ഉണ്ടായിരുന്നില്ല. അപകടത്തിന് പിന്നാലെ ബോട്ടുടമ നാസറിനെതിരെയും സ്രാങ്ക് ദിനേശനെതിരെയും കൊലക്കുറ്റം ചുമത്തി. പിന്നീട് പ്രതികൾ ജാമ്യത്തിലിറങ്ങി. 90 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ജുഡീഷ്യൽ കമ്മീഷൻ ഇതുവരെ നടത്തിയത് 2 സിറ്റിംഗ് മാത്രം. ഇവർ ജാമ്യത്തിലിറങ്ങി ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ മുന്നിലൂടെ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പല്ലിളിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്കുള്ള വിശ്വാസം എല്ലാ ഏജൻസികളും ഞങ്ങളെ സഹായിക്കുമെന്നും ഈ ഒരു ദുരന്തത്തിൽ നിന്നും അവരെ പ്രതിചേർക്കപ്പെട്ട ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇതുവരെയുള്ള അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായവും ഇനിയും പലർക്കും കിട്ടിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ മാത്രമാണ് ചികിത്സാ ചെലവ് വഹിച്ചത്. ദീർഘകാല ചികിത്സ വേണ്ടവർ പണമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര ബോട്ടുകളിൽ പരിശോധന കർശനമാക്കിയിരുന്നെങ്കിലും ഇന്നും പല നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ല. 1 വർഷം പിന്നിടുമ്പോഴും കേസിലെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. ഒഴിവാക്കാമായിരുന്ന ദുരന്തം തന്നെയായിരുന്നു താനൂരിലേത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.